പഴയങ്ങാടി പഴയ പാലത്തെ കുഴി അടക്കാത്തത് ജനങ്ങൾക്ക് അപകടക്കെണിയാവുന്നു. വലിയ കുഴികളാണ് പാലത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കുഴിയിൽ വീണ് ഇരുചക്രവാഹന യാത്രക്കാരന്റെ കാലൊടിഞ്ഞിരുന്നു. കുഴി അടക്കണമെന്ന ആവശ്യം ശക്തമാണ്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലൂടെ ദിവസവും നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. ദേശീയപാത പ്രവൃത്തി നടക്കുന്നതിനാൽ തന്നെ ദീർഘദൂര ചരക്ക് ലോറികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്നതും KSTP റോഡിനെ തന്നെയാണ്. ഒപ്പം മംഗലാപുരത്തേക്ക് ഉൾപ്പെടെയുള്ള ദീർഘദൂര യാത്രക്കാർ പോകുന്നതും ഈ റോഡിലൂടെയാണ്. ഗതാഗതം നിരോധിച്ച താവം മേൽപ്പാലത്തിലെ കുഴികൾ അടച്ച് അറ്റകുറ്റപ്രവൃത്തി നടത്തിയിരുന്നു. എന്നാൽ പഴയങ്ങാടി പഴയ പാലത്തിലെ കുഴികൾ ഇനിയും അടച്ചിട്ടില്ല. ഇത് യാത്രക്കാരെ ഏറെ വലയ്ക്കുകയാണ്. വലിയ കുഴികളാണ് പാലത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഈ കുഴിയിൽ വീണ് കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹന യാത്രക്കാരന്റെ കാലൊടിഞ്ഞ സംഭവവും ഉണ്ടായി. എന്നിട്ടും അധികൃതർക്ക് ഒരു കുലുക്കവുമില്ല. മേൽപ്പാലത്തിലെ ഗതാഗതം നിരോധിച്ച് അറ്റകുറ്റപ്രവൃത്തി നടത്തിയപ്പോൾ ഈ പാലത്തിനെയും കൂടി പരിഗണിക്കാമായിരുന്നുവെന്നാണ് ജനങ്ങൾ പറയുന്നത്. രാത്രികാലങ്ങളിൽ പാലത്തിൽ തെരുവുവിളക്കുകളും പ്രകാശിക്കുന്നില്ല. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു വരുന്ന യാത്രക്കാർ പലരും കുഴിയിൽ വീണ് പരിക്കേൽക്കാനുള്ള സാധ്യതയും ഏറെയാണ്. 2 ദിവസം പാലടച്ചിട്ട് വീണ്ടും നമ്മളെ പഴയ പാലത്തിൽ കുഴി അങ്ങനെയുണ്ട്. അതിൽ ജനങ്ങൾ വീണ് മരിക്കണോ എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഈ 2 ദിവസം നിങ്ങൾ ജനങ്ങളെ ഉപദ്രവിച്ചു. ഓക്കെ, നല്ലത് തന്നെയാണ്. നല്ല കാര്യം എന്ന് വെച്ചാൽ പാലത്തിന്റെ കുഴി അടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും നമ്മളെ പഴയങ്ങാടിയിൽ നിന്ന് വരുന്ന പഴയ പാലം അവിടെ വീണ്ടും വലിയ കുഴിയുണ്ട്. അത് നിങ്ങൾ കണ്ടില്ല എന്നോ എന്താണെന്ന് ഏതാണെന്ന് നിങ്ങൾക്കറിയില്ല. എന്താ നിങ്ങൾ അതിനുള്ള ഒരു ആക്ഷൻ നിങ്ങൾ എന്തെങ്കിലും എടുത്തേ പറ്റൂ. ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ആ കുണ്ടിൽ വീഴേണ്ടതായിരുന്നു. നിലവിൽ അപായ സൂചന നൽകാൻ നാട്ടുകാർ ചേർന്ന് കുഴിക്കകത്ത് ടാർ വീപ്പ സ്ഥാപിച്ചിരിക്കുകയാണ്. ഒരു ജീവൻ പൊലിയുന്നതുവരെ ഇനിയും അധികൃതർ കാത്തു നിൽക്കരുത്. പാലത്തിലെ കുഴിയടക്കാൻ എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുമെന്നാണ് ഇവർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.